അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റമദാൻ 17 ചരിത്രത്തിൽ ഇസ്ലാമിന്റെ ശക്തി ലോകത്തിന് മുൻപിലും മുസ്ലിങ്ങളുടെ ശത്രുക്കളുടെ മുമ്പിലും പ്രകടമായ ദിവസം, സത്യത്തെയും അസത്യത്തെയും വേർതിരിച്ച ദിവസമെന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ ബദറിന്റെ ദിവസം, ഒട്ടനേകം ദൃഷ്ടാന്തങ്ങൾക്കും അത്ഭുതകരമായ സംഭവങ്ങൾക്കും സാക്ഷിയായ യുദ്ധമാണ് ഇസ്ലാമിലെ പ്രഥമ യുദ്ധമായ ബദർ യുദ്ധം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിന്റെ സുന്ദരമായ ദർശനങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വെറും 300-ൽ പരം വരുന്ന സ്വഹാബാക്കളായിട്ടുള്ള ആളുകൾ തങ്ങളെക്കാൾ 3 ഇരട്ടിയിലധികം വരുന്ന സർവായുധ സൈന്യ സന്നാഹവുമായി നടത്തിയ പോരാട്ടത്തിന്റെ ചരിത്രം, ബദറിന്റെ ചരിത്രം നമുക്ക് വലിയ പാഠമാണ്. ബദറിന്റെ രണാങ്കണത്തിലേക്ക് ഇസ്ലാമിന്റെ സുന്ദരമായ ദർശനങ്ങളുമായി പോരാട്ടത്തിനിറങ്ങിയ സ്വഹാബാക്കളായിട്ടുള്ള ആളുകളുടെ ജീവിതം നമുക്ക് വലിയ പ്രചോദനമാണ്. എന്തായിരുന്നു ബദർ എന്നും എന്തിനായിരുന്നു ബദർ എന്നും കൃത്യമായിക്കൊണ്ട് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരിക്കലും മുസ്ലിമീങ്ങളായിട്ടുള്ള ആളുകളുടെ മുന്നേ കൂട്ടിയുള്ള തീരുമാനത്തിന്റെ ഭാഗമായി ഉണ്ടായ ഒരു യുദ്ധമായിരുന്നില്ല ബദർ യുദ്ധം. മക്കയിലെ മുശ്രിക്കുകളായിട്ടുള്ള ആളുകൾ മുസ്ലിങ്ങളുടെ ഉന്മൂലനം നടത്തുക എന്നതിന്റെ ഭാഗമായിക്കൊണ്ട് ധനസമാഹരണം കണ്ടെത്തുന്നതിനായിക്കൊണ്ട് അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ സിറിയയിലേക്ക് ഒരു കച്ചവട സംഘത്തെ അയക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബാക്കളും ഈ ഒരു വിവരം അറിഞ്ഞപ്പോൾ അവരെ തടയാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ പരാജയം കാണുകയാണ്. ആ ഒരു കച്ചവട സംഘം തിരിച്ചു വരുമ്പോൾ അവരെ തടയാമെന്നുള്ള തീരുമാനത്തിന്റെ ഭാഗമായിക്കൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കുമ്പോൾ കുശാഗ്ര ബുദ്ധിക്കാരനായിരുന്ന അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള സംഘം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബാക്കളുടെയും ഈ ഒരു നീക്കത്തെക്കുറിച്ചുള്ള വാർത്ത അറിയുകയും മക്കയിലേക്ക് മുശ്രിക്കുകളുടെ ഭാഗത്തേക്ക് സഹായത്തിന് വേണ്ടി ഒരു ദൂതനെ അയക്കുകയും ചെങ്കടലിന്റെ തീരത്തുകൂടെ അവർ രക്ഷപ്പെടുകയും ചെയ്യുകയാണ്. ഇനിയൊരു യുദ്ധം വേണ്ട എന്ന അബൂ സുഫിയാനിന്റെ തീരുമാനത്തിനോട് യോജിക്കാൻ അബൂജഹലിന് സാധിക്കുന്നില്ല. അബൂജഹൽ മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകളുടെ സൈന്യങ്ങളെയും കൂട്ടിക്കൊണ്ട് ബദറിലേക്ക് പുറപ്പെടുകയാണ്. 1000-ഓളം വരുന്ന സൈന്യങ്ങളുമായിക്കൊണ്ട് ഒട്ടകങ്ങളും കുതിരകളും ഒക്കെയായി ആർത്തിരമ്പി വരുന്ന തിരമാല പോലെയുള്ള ഒരു വലിയ സൈന്യത്തെ കാണുമ്പോൾ അവരെ നേരിടുക എന്നുള്ളത് മുസ്ലിമീങ്ങളുടെ മേലെ ബാധ്യതയായി തീരുകയാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാറുകളെയും മുഹാജിറുകളെയും വിളിച്ചു ചേർത്തുകൊണ്ട് പ്രവാചകൻ പറയുന്നുണ്ട്, നമ്മൾ ഒരിക്കലും ഒരു യുദ്ധത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചതല്ല, നമ്മൾ ഒരിക്കലും ഒരു സംഘടനത്തിന് വേണ്ടി പുറപ്പെട്ടതല്ല. എന്നാൽ നമ്മൾ പോലും അറിയാതെ നമ്മൾ ഒരു യുദ്ധത്തിലേക്ക് വലിച്ചിടപ്പെടുകയാണ്. നമ്മൾ എന്ത് ചെയ്യുമെന്നുള്ള ചോദ്യം അൻസാറുകളോടും മുഹാജിറുകളോടും ചോദിക്കുന്നുണ്ട്. സ്വഹാബാക്കളായിട്ടുള്ള ആളുകൾ അബൂബക്കറിനെ പോലെയുള്ള ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സ്വഹാബാക്കൾ എണീറ്റ് നിന്നുകൊണ്ട് പ്രവാചകനോട് പറയുന്നുണ്ട്, അഹ്സൻ യാ റസൂലല്ലാഹ്, പ്രവാചകനെ താങ്കളെ നയിച്ചു കൊള്ളുക, ആരെയും നമ്മൾ ഭയപ്പെടേണ്ടതില്ല, ഞങ്ങൾ താങ്കളുടെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ധൈര്യം നൽകുകയാണ്. മിഖ്ദാദ് റളിയല്ലാഹു അൻഹു എണീറ്റ് നിന്നുകൊണ്ട് പറയുന്നുണ്ട്, മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനത മൂസ നബിയോട് കാണിച്ച പോലെയുള്ള ഒരു പ്രവർത്തനം ഞങ്ങൾ ഒരിക്കലും താങ്കളോട് കാണിക്കുകയില്ല, താങ്കളെ നയിച്ചു കൊള്ളുക, ഞങ്ങൾ താങ്കളുടെ കൂടെയുണ്ട്. അൻസാറുകളുടെ ഭാഗത്തു നിന്നും സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു എണീറ്റ് നിന്നുകൊണ്ട് പ്രവാചകനോട് പറയുന്നുണ്ട്, ആർത്തിരമ്പി വരുന്ന തിരമാലകളുള്ള വലിയ സമുദ്രത്തിലേക്കാണ് താങ്കൾ ഞങ്ങളെ നയിക്കുന്നതെങ്കിലും ഒരു മടിയും കൂടാതെ ഞങ്ങൾ താങ്കളെ അനുഗമിക്കുമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഇങ്ങനെ എല്ലാ നിലക്കും അൻസാറുകളായിട്ടുള്ള ആളുകളും മുഹാജിറുകളായിട്ടുള്ള ആളുകളും ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. എല്ലാ തരത്തിലും സായുധരായ ഒരു സൈന്യമുണ്ട് എന്നുള്ള ധൈര്യത്തിലായിരുന്നില്ല, ആയുധങ്ങളുടെ വലിയ ശേഖരമുണ്ട് എന്നുള്ള ധൈര്യത്തിലായിരുന്നില്ല ഒരിക്കലും മുസ്ലിമീങ്ങളായിട്ടുള്ള ആളുകൾ ഇത്തരത്തിലുള്ള സംസാരങ്ങൾ സംസാരിച്ചത്. മറിച്ച് അവരുടെ ഹൃദയത്തിന്റെ അന്തരാളങ്ങളിലേക്ക് സന്നിവേശിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിന്റെ ആശയം കൊണ്ട് മാത്രമാണ്, അതിന്റെ ധൈര്യം കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള സംസാരങ്ങൾ സംസാരിക്കുവാൻ മുസ്ലിം സമുദായത്തിന് കഴിഞ്ഞത്. ബദറിന്റെ യുദ്ധ ദിവസം വരികയാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആത്മാർത്ഥമായി കൊണ്ട് സഹായത്തിന് വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ സഹായം മുസ്ലിം സൈന്യത്തിന്റെ ഭാഗത്ത് ലഭിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ല, നിങ്ങൾ ദുർബലരായിട്ടുള്ള നിമിഷത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായിച്ച ഒരു ദിവസം,
അതുപോലെ തന്നെ ഇത് തസ്തഈസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നി മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹായം തേടുമ്പോൾ മുസ്ലിമീങ്ങളായിട്ടുള്ള ആളുകൾക്ക് സഹായത്തിന് വേണ്ടിക്കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല വാനലോകത്തു നിന്നും മലായികത്തുകളെ ഇറക്കുകയാണ്. മുസ്ലിം സൈന്യത്തിന്റെ ഭാഗമായി കൊണ്ട് ശത്രുക്കൾക്കെതിരെ പോരാടുന്നതിന് വേണ്ടിക്കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല മലായികത്തുകളെ നിയോഗിക്കുകയാണ്. തന്റെ കൂടാരത്തിൽ ഇരുന്നു കൊണ്ടും പ്രാർത്ഥനാ നിരതനായിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് പ്രവാചകൻ പറയുന്നുണ്ട്, ബശ്ശിറു യാ അബൂബക്കർ, ബശ്ശിറു യാ അബൂബക്കർ, അബൂബക്കറെ താങ്കൾ സന്തോഷിച്ചു കൊള്ളുക. ആ കാണുന്ന മലക്ക് മുകളിലായിക്കൊണ്ട് തന്റെ കുതിരയുടെ കടിഞ്ഞാണും പിടിച്ചുകൊണ്ട് ബദറിന്റെ യുദ്ധഭൂമിയിൽ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി യുദ്ധം നടത്തുന്ന അള്ളാഹുവിന്റെ മലായികത്തുകളെ നിയന്ത്രിക്കുന്ന ജിബ്രീലിനെ ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് ബശ്ശിറു യാ അബൂബക്കർ, അബൂബക്കറെ താങ്കൾ സന്തോഷിച്ചു കൊള്ളുക. ബശ്ശിറു യാ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ താങ്കൾ സന്തോഷിച്ചു കൊള്ളുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിക്കൊണ്ട് ചരിത്രത്തിന്റെ താളുകളിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായി കൊണ്ട് വായിച്ചെടുക്കാൻ കഴിയുന്ന കാര്യമാണ്. ഇങ്ങനെ എല്ലാ നിലക്കും മുസ്ലിമീങ്ങളായിട്ടുള്ള ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനം നൽകുകയാണ്. വലിയ വിജയം അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്മാനിക്കുകയാണ്. മുശ്രിക്കുകളായിട്ടുള്ള ആളുകൾ അമ്പേ പരാജയപ്പെട്ടു പോവുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബദറിന്റെ യുദ്ധവേളയിൽ ഇസ്ലാമിന്റെ സുന്ദരമായ ദർശനങ്ങൾക്ക് വേണ്ടി, കലിമത്ത് തൗഹീദിന് വേണ്ടി സധൈര്യം പോരാടിയ ബദരീങ്ങളായിട്ടുള്ള ആളുകളുടെ പ്രവർത്തനങ്ങളെ അന്യർത്ഥമാക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ന് സമൂഹത്തിന്റെ നാനാഭാഗത്ത് നടമാടിക്കൊണ്ടിരിക്കുന്നത്. തൗഹീദി വിരുദ്ധ പ്രവർത്തനങ്ങളും ഒരുപാട് തരത്തിലുള്ള അനാചാരങ്ങളും സംക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിന്റെ മധ്യത്തിലൂടെയാണ് ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മക്കയിലെ ആ ഒരു യുദ്ധവേളയിൽ മുശ്രിക്കുകളുടെ നേതാവായ അബൂജഹൽ പ്രാർത്ഥിക്കുന്നത് റബ്ബിനോടായിരുന്നു. അതേപോലെ തന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആത്മാർത്ഥമായി കൊണ്ട് സഹായം തേടുന്നതും ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് മാത്രമായിരുന്നു. ഇവർ രണ്ടാളും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറയുന്നത്, മുസ്ലിമീങ്ങളായിട്ടുള്ള ആളുകൾ അള്ളാഹുവിനെ മാത്രം സ്വീകരിച്ചപ്പോൾ മുശ്രിക്കുകളായിട്ടുള്ള ആളുകൾ അള്ളാഹുവിന് പുറമെ മറ്റാരാധ്യന്മാരെ കൂടെ ഈ ഒരു കാര്യത്തിന് വേണ്ടി സ്വീകരിച്ചു എന്നുള്ളതാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകന്റെ അധ്യാപനം ഇവിടെ വളരെയധികം പ്രസക്തമാണ്. ഇദാ സഅൽത ഫസ്അലില്ലാ, നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ റബ്ബിനോട് ചോദിക്കുക. വഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നിങ്ങൾ സഹായം തേടുകയാണെങ്കിൽ റബ്ബിനോട് സഹായം തേടുക എന്നുള്ളത് ഈ ഒരു ബദർ ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരുപാട് തരത്തിലുള്ള അനാചാരങ്ങൾ, ഒരുപാട് തരത്തിലുള്ള മോശപ്പെട്ട പ്രവർത്തനങ്ങൾ ഒരിക്കലും ഇസ്ലാമിന്റെ ഭാഗമല്ല എന്ന് ഞാനും നിങ്ങളും കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തിനായിരുന്നു ബദരീങ്ങളായിട്ടുള്ള ആളുകൾ പോരാടിയത്? എന്തിനായിരുന്നു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അഹോരാത്രം പണിയെടുത്തത്? ആ ഒരു വഹ്ദാനിയത്തിന്റെ പാശത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതാന്ത്യം വരെ ജീവിക്കുവാൻ നമ്മളെ കൊണ്ട് സാധിക്കേണ്ടതുണ്ട്. സമൂഹത്തിൽ നടക്കുന്ന ബിദ്അത്തുകളും സമൂഹത്തിൽ നടക്കുന്ന അനാചാരങ്ങളും ബദറുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒട്ടനേകം തരത്തിലുള്ള തൗഹീദി വിരുദ്ധ പ്രവർത്തനങ്ങൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾക്ക് ഘടകവിരുദ്ധമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വഹ്ദാനിയത്തിന്റെ സുന്ദരമായ പാതയിലൂടെ സഞ്ചരിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.